Hello, good morning to all my dear students. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം ഇൻഡിഫറൻസ് കർവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു ഇൻഡിഫറൻസ് കർവ് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ, ഒരു കസ്റ്റമർക്ക് അല്ല ഡിഫറെൻറ്റ് കോമ്പിനേഷനിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷനിലുള്ള ഗുഡ്സ് ഒരേ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു കോമ്പിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മറ്റുള്ളതിന് നമ്മൾ ഇൻഡിഫറൻസ് ചെയ്തു അല്ലേ. അതിൽ നിന്ന് ഇപ്പോൾ നമ്മളതിൽ എക്സാമ്പിൾ സഹിതം പറയും, ഒരു യൂണിറ്റ് ആപ്പിൾ കഴിക്കുമ്പോൾ 20 യൂണിറ്റ് ഓറഞ്ച് നമുക്ക് ഈ ഒരു യൂണിറ്റ് ആപ്പിളും 20 യൂണിറ്റ് ഓറഞ്ചും നമുക്ക് ഒരേ സമയത്ത് സാറ്റിസ്ഫാക്ഷൻ തരുന്ന അതേപോലെ തന്നെയാണ് 2 യൂണിറ്റ് ആപ്പിളും 15 യൂണിറ്റ് ഓറഞ്ചും കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് ആപ്പിളും 20 യൂണിറ്റ് ഓറഞ്ചും കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ 2 യൂണിറ്റ് ആപ്പിളും 15 യൂണിറ്റ് ഓറഞ്ചും കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യും, രണ്ടും ഒരേപോലെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുമ്പോൾ. വ്യത്യസ്തമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ നമുക്ക് അത് മാറ്റങ്ങൾ വരുത്താം. അതല്ലാതെ ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൽ നിന്നൊന്നും സെലക്ട് ചെയ്യുമ്പോൾ മറ്റുള്ളതിനെ ഇൻഡിഫറൻസ് ചെയ്യുന്നു. അതായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം നോക്കാം. മാർജിനൽ റൈറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. മാർജിനൽ റൈറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഈസ് എ റൈറ്റ് അറ്റ് വിച്ച് കൺസ്യൂമർ സബ്സ്റ്റിറ്റ്യൂട്ട് വൺ കമ്മോഡിറ്റി ഫോർ ദി അതർ. അതായത് ഒരു റൈറ്റ്, ആ റൈറ്റിൽ എന്താണ്, കൺസ്യൂമർ സബ്സ്റ്റിറ്റ്യൂട്ട് വൺ കമ്മോഡിറ്റി ഫോർ ദി അതർ, മറ്റൊരു കമ്മോഡിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കമ്മോഡിറ്റിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പകരം അത് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇതിന് പകരം അത് ഏത് റൈറ്റിലാണോ ആ റൈറ്റിനാണ് എന്ന് പറയുക, മാർജിനൽ റൈറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. The marginal rate of substitution measures the average number of units of the consumer is willing to forego for obtaining one additional unit. എത്രയാണ് അഡീഷണൽ യൂണിറ്റ് ലഭിക്കുമ്പോൾ എത്രയാണ് അവർ കൊടുക്കാൻ തയ്യാറുള്ളത്, അതിനെ എന്താ പറയുക, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഹയർ ഇൻ സ്റ്റാർട്ടിങ് ബട്ട് ഗോസ് ഓൺ ഡിമിനിഷിങ് ഗ്രാജുവലി ആൻഡ് ഫൈനലി ടെൻഡ് ടു ബി ഹൊറിസോണ്ടൽ. ആദ്യം ഹൈ ആയിരിക്കും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ അതിങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അവസാനമാകുമ്പോഴത്തേക്ക് ഹൊറിസോണ്ടൽ ലെവലിലേക്ക് എത്തുന്നു. നമുക്ക് നോക്കാം, കോമ്പിനേഷൻ നോക്കാം. ഒന്നാമത്തെ നമ്മൾ നേരത്തെ തന്ന അതേ എക്സാമ്പിൾ തന്നെ, എ എന്നുള്ള കോമ്പിനേഷനിൽ ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ 20 യൂണിറ്റ് ഓറഞ്ച് കഴിക്കുന്നു. അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും വരുന്നില്ല. പക്ഷേ രണ്ടാമത്തെ കോമ്പിനേഷൻ എത്തുന്ന സമയത്ത് ഒരു യൂണിറ്റ് ആപ്പിൾ അഡീഷണൽ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 5 യൂണിറ്റ് ഓറഞ്ച് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകണം അല്ലേ. 5 യൂണിറ്റ് ഓറഞ്ചിൻ്റെ പകരം എന്ത് ചെയ്യാം, എനിക്ക് 1 യൂണിറ്റ് ആപ്പിൾ. അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 5 ആണ്. കാരണം 20 ഓറഞ്ച് ആദ്യം കിട്ടിയെടുത്തുനിന്ന് നമ്മൾ പറയണത്, എങ്കിൽ എനിക്ക് 1 യൂണിറ്റ് ആപ്പിൾ അഡീഷണൽ തരുമോ, ഞാൻ പകരം 5 യൂണിറ്റ് ഓറഞ്ച് എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം എന്ത് ചെയ്താൽ മതി, 1 യൂണിറ്റ് ആപ്പിൾ തന്നാൽ മതി. അതാണ് പറയുന്നത്, 2 യൂണിറ്റ് ആപ്പിളിൻ്റെ പകരം എന്ത് ചെയ്യണേ, 15 യൂണിറ്റ് ഓറഞ്ചിലേക്ക് വരുന്നു. ഇനി വീണ്ടും നമ്മൾ പറയുകയാണെന്ത്, എനിക്ക് മൂന്നാമതൊരു യൂണിറ്റ് കൂടി ആപ്പിൾ വേണം. നിലവിൽ 2 ഉണ്ട്, മൂന്നാമതൊരു യൂണിറ്റ് ആപ്പിൾ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 11 ഓറഞ്ച് തന്നാൽ മതി. ഐ ആം റെഡി ടു സാക്രിഫൈസ് 4 യൂണിറ്റ് ഓഫ് ഓറഞ്ച് അല്ലേ. 4 യൂണിറ്റ് ഓറഞ്ച് എന്താണ് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ തയ്യാറാണ്. അപ്പോൾ അവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 4 ആണ്. വീണ്ടും പറയുന്നു, 4മതൊരു യൂണിറ്റ് ആപ്പിൾ എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ, അഡീഷണൽ യൂണിറ്റ് തരികയാണെങ്കിൽ ഞാൻ 3 ആപ്പിൾ എനിക്ക് എന്ത് ചെയ്യാൻ കുറക്കാം, 11ൽ നിന്ന് 8 ആപ്പിൾ എനിക്ക് 8 ഓറഞ്ച് തന്നാൽ മതി. പകരം എന്താണ്, എനിക്ക് 4 ആപ്പിൾ തരണം, 1 അഡീഷണൽ തരണം. ഇവിടെ 1 അഡീഷണൽ വർദ്ധിപ്പിക്കുമ്പോൾ മറ്റിടത്തുനിന്ന് കുറയുന്നു. ദാറ്റ് മീൻസ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ നിന്നാണ് 3 ആണ്. ദെൻ 5മത്തെ യൂണിറ്റ്, ഒരു ആപ്പിൾക്ക് യൂണിറ്റ് കിട്ടുമ്പോൾ 6 ഓറഞ്ച് നമുക്ക് നിന്ന് നൽകുന്നു. ദാറ്റ് മീൻസ് എന്താണ്, 2ലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ 6ൽ നിന്ന് 8ൽ നിന്ന് എന്ത് ചെയ്യുന്നു, 6 യൂണിറ്റ് ഓറഞ്ചിലേക്ക്. ദാറ്റ് മീൻസ് 2 എന്നാണ് ഇത് സിംബോളിക്കലി. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് കോമ്പിനേഷൻ അത് വരുന്നത്. ഇങ്ങനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. സിംബോളിക്കലി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ആപ്പിൾ ആൻഡ് ഓറഞ്ച് എ ആൻഡ് ഒ ഈസ്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, ചേഞ്ചിങ് ഓ ഡിവൈഡ് ബൈ ചേഞ്ചിങ് ആപ്പിൾ and ഓറഞ്ച് എന്തും ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഓറഞ്ച് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ആപ്പിൾ. അതാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഓറഞ്ച് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ആപ്പിൾ. അതാണ് എന്ത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. നോക്കാം, ഗ്രാഫിക്കലായിട്ട് നോക്കുന്ന സമയത്ത് ഇത് 20 അല്ലേ, ഓറഞ്ചിൻ്റെതാണ്. ഇത് ആപ്പിളിൻ്റെതാണ്. 1, 2, 3. അപ്പോൾ 1 യൂണിറ്റ് ഇതാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, 20 യൂണിറ്റ് കിട്ടി, ഇവിടെ കിട്ടി. പിന്നെ രണ്ടാമതൊരു യൂണിറ്റ് അഡീഷണൽ എന്ന സമയത്ത് കുറഞ്ഞു അല്ലേ, 15ലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇവിടെ 5 യൂണിറ്റ് അല്ലേ, ഇവിടെ എന്ത് ചെയ്യുന്നു, 5 യൂണിറ്റ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരുന്നു.
ദെൻ മൂന്നാമത്തേതിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, 4 എണ്ണം 11 നമ്മൾ വാങ്ങുന്നുള്ളൂ. ദാറ്റ് മീൻസ് 4 ഇത് കുറയുന്നു. ദെൻ മൂന്നാമത്തിലേക്ക് എത്തുന്ന സമയത്ത് 8 എണ്ണത്തിലേക്ക് എത്തുന്നു. അത് മീൻസ് 3 ഡിഫറൻസ് 2 1 ഇങ്ങനെ വരുന്നു. അപ്പോൾ തുടക്കത്തിലേക്ക് ഡിമിനിഷിങ് ആയി വരുന്നത്, പിന്നെ എങ്ങനെ വരുന്നു, നല്ല കുറവിലേക്ക് വരുന്നു. ഹയർ സ്റ്റാർട്ടിങ് അല്ലെ, മാർജിൻ റേറ്റ് ഹയർ ആദ്യം ഭയങ്കരമായിട്ടുണ്ടാവും. മാർജിൻ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉയർന്ന ആളുകളുണ്ട്, പിന്നെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ സ്ട്രൈറ്റ് ലെവലിലേക്ക് ഇങ്ങനെ വന്നിട്ട് പിന്നെ സ്ട്രൈറ്റ് ലെവലിലേക്ക് ഇങ്ങനെ പോകുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്, ഹൊറിസോണ്ടലായിട്ട് പോകുന്നു. നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. എന്തൊക്കെയാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നു. ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ, നോക്കിയാൽ മതി. ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ടു ദ പോയിന്റ് ഓഫ് ഒറിജിൻ. പോയിന്റ് ഓഫ് ഒറിജിനിൽ കോൺവെക്സ് ആണ്. തുടങ്ങുന്ന സ്ഥലത്ത് ഇങ്ങനെ ആയിരിക്കും കോൺവെക്സ് ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് കോൺവെക്സ് അറ്റ് ദ പോയിന്റ് ഓഫ് ഒറിജിൻ. ഇൻഡിഫറൻസ് കർവ് ഹാസ് എ നെഗറ്റീവ് സ്ലോപ്പാണ് അല്ലേ, താഴോട്ട് വരികയാണ്. അതല്ലാതെ ഇങ്ങനെ മുകളിലോട്ട് എന്തില്ല പോകില്ല. നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, അപ്സ്റ്റെയർ അല്ല. അപ്വേർഡ് ആകുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ഡൗൺവേർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് സ്ലോപ്പാണെന്ന് പറയാൻ പറ്റും. Two indifference curve cannot intersect each other. If it happens, there will have a common point on the curve. അല്ലേ, 2 ഇൻഡിഫറൻസ് കർവുകൾ എന്തില്ല, ഒരിക്കലും യോജിക്കലില്ല. ഇനി അങ്ങനെ വരികയാണെന്നെങ്കിൽ ദർ ഇസ് എ കോമൺ പോയിന്റ് ഓൺ ദി 2 കർവ്. ദാറ്റ് മീൻസ് എന്താണ്, ദാറ്റ് ദ സെയിം കോമ്പിനേഷൻ ഓഫ് സംടൈംസ് ഗിവ് മോർ, സംടൈംസ് ലെസ്, സംടൈംസ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. എന്നാണോ ഈ ഇതെന്ത് ചെയ്യുന്നത്, ഒരേപോലെ സാറ്റിസ്ഫാക്ഷൻ ഒന്നെങ്കിൽ കൂടുതലായിരിക്കാം, ഹയർ സാറ്റിസ്ഫാക്ഷൻ ആക്കാം, അല്ലെങ്കിൽ ലോവർ സാറ്റിസ്ഫാക്ഷൻ ആക്കാം, അല്ലെങ്കിൽ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ, രണ്ടാണെങ്കിലും ഈക്വൽ ആയിട്ടുള്ള ലെവലിലായിരിക്കും കാണിക്കാം. ദെൻ സ്ട്രൈറ്റ് ലൈൻ അല്ലേ, ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദാൻ ലോവർ ഇൻഡിഫറൻസ് കർവ്. എന്ത് ചെയ്യുന്നു, ഇൻഡിഫറൻസ് കർവ് 3 ലെവലിൽ ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, ഓരോ ലെവലിലും എന്താണ്, മുകളിലുള്ളത് ഹയർ ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും, രണ്ടാമത്തുള്ളത് ലോവർ ലെവലായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു, കാണിക്കുന്നു. ഇൻഡിഫറൻസ് കർവ് നീഡ് നോട്ട് ബി പാരലൽ ടു ഈച്ച് അതർ. ഒരേപോലെ ആകണമെന്നില്ല, ഒരേ ലെവലിലാകണമെന്നില്ല, പാരലലാകണമെന്നില്ല, ഈച്ച് അതർ. സ്ട്രൈറ്റ് ലൈൻ ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ് ദാറ്റ് 2 ഗുഡ്സ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി സ്ട്രൈറ്റ് ലൈനായിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് രണ്ടും എന്താണ്, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഒന്നല്ലെങ്കിൽ മറ്റേതായാലും മതി, അതാണ് ഉദ്ദേശിക്കുന്നത്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാൽ ഇതല്ലെങ്കിൽ അതേ ക്വാളിഫിക്കേഷനുള്ള അതേ ക്വാളിറ്റിയുള്ള മറ്റൊരു ഐറ്റം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Then indifference curve will be rectangular in case those goods are non-substitute. Non-substitute ആണെങ്കിൽ അതെന്തായിരിക്കും, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും എന്തുണ്ടാക്കുക, ഇൻഡിഫറൻസ് കർവ് ഉണ്ടായിരിക്കുക. ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഇൻഡിഫറൻസ് കർവുകളുടെ സെറ്റിനെയാണ് എന്താ പറയുക, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. നോക്കാം, ആപ്ലിക്കേഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്തൊക്കെയാണ്, ഒന്ന് എവിടേക്ക് നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് ഹെൽപ്ഫുൾ ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമുക്ക് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, ഒരേപോലെ ഒരേ കമ്മോഡിറ്റീസിൻ്റെ ഒരേ ഇതുള്ളത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി ഒരേ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുന്നത്, ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ഹെൽപ്ഫുൾ ഇൻ എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ്. ഇപ്പോൾ രണ്ടാളുകൾ തമ്മിൽ സാധനം കൈമാറ്റം ചെയ്ത സമയത്ത് ഒരേ സാറ്റിസ്ഫാക്ഷൻ ഉള്ളതാണെങ്കിൽ അത് കൈമാറ്റം ചെയ്യാൻ, അത് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നു, അത് സഹായിക്കുന്നു. ദെൻ യൂസ്ഫുൾ ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് എന്നുള്ളതാണ്. എന്താണ്, നമുക്ക് ഏത് റൈറ്റിലായിരിക്കും നമുക്ക് ഡിറ്റർമിനേഷനാണ്. എന്താണ്, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡിറ്റർമൈനിങ് ദ റൈറ്റ് അറ്റ് വിച്ച് ദ കമ്മോഡിറ്റീസ് ഓഫ് വൺ കൺട്രി വിൽ ബി എക്സ്ചേഞ്ച്ഡ് ബൈ കമ്മോഡിറ്റീസ് ഓഫ് അനദർ കൺട്രി. നമുക്ക് ഏത് റൈറ്റിലാണ് ഒരു രാജ്യത്തിൻ്റെ കമ്മോഡിറ്റി മറ്റൊരു രാജ്യത്തെ കമ്മോഡിറ്റിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ പറ്റുക, അതാണ് നടക്കുന്നത്. ദെൻ യൂസ്ഫുൾ ഇൻ ടാക്സേഷനിൽ ഗവൺമെൻറ്റിന് ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ നടപ്പാക്കാൻ നല്ലത്, ഇതൊക്കെ തീരുമാനിക്കാൻ ചെയ്യുന്നു ഇത് സഹായിക്കുന്നു. യൂസ്ഫുൾ ഇൻ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നതാണ് ദ ഫേമസ് ലോ maximum social advantage can be explained by way of indifference curve. This is useful in area public finance. എന്ത് ചെയ്യുന്നു, പബ്ലിക് ഫിനാൻസിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരമുള്ളത് എന്താണ്, ഏതൊക്കെ മേഖലയാണ്, സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഏതാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ ചെയ്യുന്നത് സഹായിക്കുന്നു. ഹെൽപ്ഫുൾ ടു ഗവൺമെൻറ് ഇൻ ഡിസൈഡിങ് സബ്സിഡീസ്, അല്ലെ സബ്സിഡി കൊടുക്കുന്നതിലും അതേപോലെ തന്നെ റേഷനിങ്ങിനൊക്കെ എന്ത് ചെയ്യുന്നത് സഹായിക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. ഹെൽപ്ഫുൾ ഇൻ മെഷറിങ് കൺസ്യൂമർ സർപ്ലസ്. ഇത്രയും ആപ്ലിക്കേഷൻ. എന്താണ് ഇതിൻ്റെ
ക്രിറ്റിസിസം ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്തൊക്കെയാണെന്നുള്ള. ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ. ഫസ്റ്റ് ഡിഫറൻസ് പറയണം എന്താണ്, സംഗതി യൂട്ടിലിറ്റി എന്നുള്ള പേരാണ് മാറ്റിയിട്ട് അതിനെന്ത് ചെയ്തു, ഓർഡിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് എന്നുള്ള പേര് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒന്നേന്നോ യൂട്ടിലിറ്റി എന്ന് മാറ്റിയിട്ട് അവിടെ നിന്ന് പ്രിഫറൻസ് കൊടുക്കുക. ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ് പ്രിഫറൻസ് എന്ന് മാത്രം കൊടുത്തു. ഓർഡിനൽ എന്നുള്ള സ്ഥാനത്ത് അല്ലെങ്കിൽ കാർഡിനൽ എന്നുള്ള സ്ഥാനത്ത് എന്ത് ചെയ്തു, ഓർഡിനൽ എന്ന പ്ലേസ് എന്ത് ചെയ്തു, അത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, പുതുതായിട്ടൊന്നും മാറ്റം പറ്റില്ല. അതാണ് പറഞ്ഞാൽ ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ. പഴയ സാധനം തന്നെ പുതിയ കുപ്പിയിലാക്കി കൊടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ദെൻ ഡീൽസ് വിത്ത് ഓൺലി 2 ഗുഡ്സ്. ഇത് എന്ത് ചെയ്യുന്നു, 2 ഗുഡ്സുകൾ മാത്രം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമുക്ക് ഇതാകുള്ളൂ. 2 അതിലധികം ഗുഡ്സുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, അത് അപ്ലിക്കേഷൻ പ്രയാസമാണ്. ദെൻ റോങ് അസംഷൻ ഓഫ് റിയാലിറ്റി, റാഷണാലിറ്റിയിൽ എന്ത് ചെയ്യുന്നു, റോങ് അസംഷൻ, തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്നു. ദെൻ ഇഗ്നോർസ് മാർക്കറ്റ് ബിഹേവിയർ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യുന്നു. ദെൻ മൈക്രോ ഇക്കണോമിക് ക്യാരക്ടറാണ്. ഒരു പ്രോഡക്റ്റ്, 2 പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം, ഇൻഡിവിജ്വൽ കസ്റ്റമർ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ, നോക്കുന്നുള്ളൂ. ഗ്രൂപ്പായിട്ടുള്ള കാര്യങ്ങൾ കൺസിഡറേഷൻ ചെയ്യുന്നില്ല. ഇന്ന് ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, മൈക്രോ ഇക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി നോക്കാം എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ യൂട്ടിലിറ്റി അനാലിസിസ് ആൻഡ് ഇൻഡിഫറൻസ് അനാലിസിസ്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ യൂട്ടിലിറ്റി അനാലിസിസ് ആൻഡ് ഇൻഡിഫറൻസ്. യൂട്ടിലിറ്റി അനാലിസിസ് എന്താണ്, ടെൽസ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് കാർഡിനലി. എന്ത് ചെയ്യുന്നു, യൂട്ടിലിറ്റിയിൽ കാർഡിനലി ആയിക്കാണ് നമ്പേഴ്സ് അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ. ഇൻഡിഫറൻസിൽ എന്താണ്, യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ്. എന്തിന്, യൂട്ടിലിറ്റി കണക്കാക്കാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ യൂട്ടിലിറ്റി അനാലിസിസിൽ എന്ത് ചെയ്യുന്നു, അസ്യൂംസ് ദാറ്റ് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റൻറ്റ്. അവരെന്ത് ചെയ്യുന്നു, മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എന്താണ്, കോൺസ്റ്റൻറ്റ് ആണെന്ന് പറയുന്നു, സ്ഥിരമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ. ഇൻഡിഫറൻസ് അനാലിസിസ് എന്താണ്, മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്, എന്തല്ല, കോൺസ്റ്റൻറ്റ് അല്ല എന്നാണ് പറയുന്നത്. ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ, എന്ത് ചെയ്യുന്നു, ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. എന്ത് ചെയ്യുന്നില്ല, ഇതിലെന്ത് ചെയ്യുന്നില്ല, ഇൻകം എഫക്റ്റിനെയും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും എന്തുന്നില്ല, വേർതിരിക്കുന്നില്ല, ഡിസ്റ്റിംഗ്വിഷൻ ചെയ്യുന്നില്ല. മറ്റെന്ത് ചെയ്യുന്നു, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, ഇൻകം എഫക്റ്റിനെയും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെയും വേർതിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഡസ് നോട്ട് റെക്കഗ്നൈസ് ദ ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഗുഡ്സ്. എന്ത് ചെയ്യുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, പരസ്പരം ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഗുഡ്സ് എന്ത് ചെയ്യുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, റെക്കഗ്നൈസ് ദ കോംപ്ലിമെൻ്ററി ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടറി ഗുഡ്സ്. ഇൻഡിഫറൻസ് കർവിൽ എന്ത് ചെയ്യുന്നു, അതായത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 2 ഗുഡ്സ് അല്ലേ, സബ്സ്റ്റിറ്റ്യൂഷൻ ഗുഡ്സ് ഉണ്ടാകുന്ന സമയത്ത് ഒന്നിനെ സെലക്ട് ചെയ്യുന്നു, മറ്റേതിന് ഒരേ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് റെക്കഗ്നൈസ് ദ കോംപ്ലിമെൻ്ററി ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടറി ഗുഡ്സ്. കോംപ്ലിമെൻ്ററി ഗുഡ്സിനെയും സബ്സ്റ്റിറ്റ്യൂട്ടറി ഗുഡ്സിനെയും എന്തിൽ പരിഗണിക്കുന്നു, ഇൻഡിഫറൻസ് കർവിൽ പരിഗണിക്കുന്നു. ദെൻ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് സയൻറ്റിഫിക് ആണ്, കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ മോർ സയൻറ്റിഫിക് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു. യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് 1 കമ്മോഡിറ്റി. യൂട്ടിലിറ്റിയിൽ എന്താണ് 1 കമ്മോഡിറ്റി ആണെങ്കിൽ ഇൻഡിഫറൻസ് കർവിൽ എന്താണ്, ഡീൽസ് വിത്ത് 2 കമ്മോഡിറ്റീസ്. അതാണ് മെയിൻ വിഷയം. യൂട്ടിലിറ്റിയിൽ ഒറ്റ കമ്മോഡിറ്റി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എത്ര യൂട്ടിലിറ്റി ലഭിച്ചു എന്ന് മാത്രം നോക്കുന്ന സമയത്ത് ഇൻഡിഫറൻസ് കർവിൽ എന്താണ്, 2 ഡീൽസ് വിത്ത് 2 കമ്മോഡിറ്റീസ്, 2 കമ്മോഡിറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. ദെൻ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ വിത്ത് വെൽഫെയർ എഫക്റ്റ് ഓഫ് ദി സൊസൈറ്റി. വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി എന്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഇൻഡിഫറൻസ് അനാലിസിസ് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻസ് ദ വെൽഫെയർ എഫക്ട്സ് ഓഫ് ദി സൊസൈറ്റി. എന്ത് ചെയ്യുന്നു, വെൽഫെയർ എഫക്ട്സ് എന്ത് ചെയ്യുന്നു, ഡീല് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഇതിലുള്ളത്, ഈ ഒരു ഏരിയയിലുള്ളത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഡിഫറൻസ് ബിറ്റ്വീൻ യൂട്ടിലിറ്റി അനാലിസിസ് ആണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെയും യൂട്ടിലിറ്റി അനാലിസിസും നമ്മളുടെ കാര്യം ഡിസ്കസ് ചെയ്തു. ദെൻ ക്രിറ്റിസിസം, ഇൻഡിഫറൻസ് കർവിൻ്റെ ക്രിറ്റിസിസം എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തു. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് നമുക്ക് ഏതൊക്കെ ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അല്ലേ, എന്താണ് ഇൻഡിഫറൻസ് കർവ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു. ഡൗൺവേർഡിലായിരിക്കും നെഗറ്റീവ് സ്ലോപ്പായിരിക്കും ഉണ്ടാകുക, കോൺവെക്സ് ടു ദ പോയിൻ്റ് ഓഫ് ഒറിജിൻ ആയിരിക്കും ഉണ്ടാകുക. ദെൻ ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോവർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ്സ് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ് പറഞ്ഞു. ദെൻ രണ്ടും ഒരുമിച്ച് ആയിക്കോണമെന്നില്ല. അതേപോലെ തന്നെ റെക്ടാങ്കുലർ ആയിരിക്കും, അതേ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ 2 ഗുഡ്സ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അത് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, റെക്ടാങ്കുലർ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.